ഓഡിയോമെട്രിക് ടെക്നോളജിയുടെ 14ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഓഡിറ്ററി സിസ്റ്റത്തിൻ്റെ നമ്മുടെ ചെവിയുടെ വളരെ ബ്രീഫായിട്ടുള്ള അനാറ്റമി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഏതൊക്കെ സ്ട്രക്ചറുകളാണ് ഉള്ളത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ബേസിക്കലി എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത് എന്നുള്ള ചെവിയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ടുഡേയ്സ് ക്ലാസ് ഈസ് ഫിസിയോളജി ഓഫ് ഹിയറിംഗ്. ചെവിയുടെ കേൾവിയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ചെവിയുടെ ഭാഗങ്ങൾ ഏതാണെന്ന് നമുക്ക് ചിത്രം നോക്കി തന്നെ പറയാൻ പറ്റും അല്ലേ? പുറം ഭാഗമായ പിന്ന, അതിൽ നിന്ന് കണ്ടിന്യൂഷനായി വരുന്ന എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ, അത് കഴിഞ്ഞ ടിംപാനിക് മെംബ്രെയിൻ കഴിഞ്ഞുള്ള ഓസിക്കിൾസിലെ ആദ്യ ബോണായ മാലിയസ്, അതിനുശേഷമുള്ള ഇൻകസ്, പിന്നീടുള്ള സ്റ്റേപ്പിസ്, ശരീരത്തിലെ തന്നെ ഏറ്റവും ചെറിയ ബോണായ സ്റ്റേപ്പിസ്. ഈ സ്റ്റേപ്പിസിൻ്റെ ഫുഡ് പ്ലേറ്റ് കോക്ലിയയുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ആ ഏരിയയെ നമ്മൾ ഓവൽ വിൻഡോ എന്ന് പറയുന്നുണ്ട്. സോ ഈ ഓവൽ വിൻഡോ കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് കോക്ലിയ. അത് ചെവിയുടെ സെൻസറി ഭാഗമാണ്. ഈ കോക്ലിയയിൽ രണ്ട് തരത്തിലുള്ള ഫ്ലൂയിഡുകളുണ്ട്. എൻഡോലിംഫ്, പെരിലിംഫ് എന്നീ ഫ്ലൂയിഡുകളുണ്ട്. സ്റ്റേപ്പിസിൻ്റെ ഓവൽ വിൻഡോ കണക്ട് ചെയ്തിരിക്കുന്നത് പെരിലിംഫ് എന്ന ഫ്ലൂയിഡിലേക്കാണ്. സോ ഈ സ്റ്റേപ്പിസിനുണ്ടാവുന്ന ഏതൊരു ചലനവും പെരിലിംഫിൽ ചില ചലനങ്ങളും മർദ്ദവ്യത്യാസങ്ങളും ഉണ്ടാക്കുന്നു. ഈ മർദ്ദവ്യത്യാസങ്ങൾ ബേസിലാർ മെംബ്രെയിൻ, അതായത് കേൾവിയുടെ ഓർഗൻ ഓഫ് ഹിയറിംഗ്, ഓർഗൻ ഓഫ് കോട്ടൈ എന്ന് പറയുന്ന കേൾവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇരിക്കുന്ന ഭാഗങ്ങളിലേക്ക് ആ മർദ്ദവ്യത്യാസങ്ങൾ എത്തിക്കുകയും അത് ഓർഗനോകോട്ടയിലുള്ള ഹെയർ സെൽസിൽ എക്സൈറ്റേഷൻ പൊട്ടൻഷ്യലായിട്ടും ആക്ഷൻ പൊട്ടൻഷ്യലുകളായിട്ടും ചെറിയ ഇലക്ട്രിക്കൽ കറണ്ടുകളായി രൂപാന്തരപ്പെടുകയും അത് ഹെയർ സെല്ലിൽ നിന്ന് നെർവിലേക്ക് സഞ്ചരിക്കുകയും ആ നെർവിലൂടെ ശബ്ദം സഞ്ചരിച്ച് നമ്മുടെ തലച്ചോറിലെത്തി ശബ്ദം നമുക്ക് ശ്രവ്യമാവുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് ഹിയറിങ്ങിൻ്റെ വളരെ ബ്രീഫായിട്ടുള്ള യാത്ര. എക്സ്റ്റേണലിയിലെത്തുന്ന അക്വസ്റ്റിക്കൽ എനർജി ബ്രെയിനിൽ എത്തി നമ്മളൊരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ബ്രെയിനിന് മനസ്സിലാവുന്ന ബയോകെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹിയറിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിൽ ഏതൊരു മേഖലയിലും വരുന്ന പ്രശ്നങ്ങൾ ഒരു കേൾവി കുറവിന് കാരണമാവുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഈ എക്സ്റ്റേണൽ ഇയറിലൊരു പഞ്ഞി വെച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയായി കേൾക്കാൻ പറ്റില്ല. വാക്സ് വന്ന് അടയുന്ന സിറ്റുവേഷനിൽ നമുക്ക് ശരിയായി കേൾക്കാൻ പറ്റില്ല. ഈ എല്ലാ പ്രോസസ്സുകളും പെർഫെക്റ്റായി നടന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായ കേൾവി ഉണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകൂടെ ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ, എ സൗണ്ട് സിഗ്നൽ ഫ്രം ദ എൻവയോൺമെൻറ്റ് ഈസ് കളക്റ്റഡ് ബൈ പിന്ന. പിന്ന പാസസ് ത്രൂ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ ആൻഡ് സ്ട്രൈക്സ് ദ ടിംപാനിക് മെംബ്രെയിൻ. ശബ്ദം പിന്നെ കളക്ട് ചെയ്ത് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലിലേക്ക് കൊടുക്കുകയും ആ അക്വസ്റ്റിക്കൽ ശബ്ദം ടിംപാനിക് മെംബ്രെയിനിൽ പോയി സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ ചെറിയ രീതിയിലുള്ളൊരു വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ദീസ് വൈബ്രേഷൻസ് ഓഫ് ടിംപാനിക് മെംബ്രെയിൻ ആർ ട്രാൻസ്മിറ്റഡ് ടു മാലിയസ്. ഈ ടിംപാനിക് മെംബ്രെയിനിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് അടുത്ത ബോണായ മാലിയസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ പറയുന്ന എക്സ്റ്റേണൽ ഇയറിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഫിസിയോളജി എന്ന് നമുക്ക് പറയാം. എക്സ്റ്റേണലി ഉള്ള ശബ്ദത്തിനെ കളക്ട് ചെയ്ത് ടിംപാനിക് മെംബ്രെയിനിൽ എത്തിച്ച് ഒരു വൈബ്രേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്റ്റേണൽ ഇയറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫിസിയോളജി. എക്സ്റ്റേണൽ ഇയർ കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് മിഡിൽ ഇയർ. നമുക്കറിയാം, മിഡിൽ ഇയറിലുള്ള പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ്. ഒന്ന് ടിംപാനിക് മെംബ്രെയിൻ, മറ്റൊന്ന് ഓസിക്കിൾസ്, മറ്റൊന്ന് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഹിയറിങ്ങിൻ്റെ ഫോക്കസിൽ മാത്രം സംസാരിക്കുമ്പോൾ നമുക്ക് തൽക്കാലം യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ ഫിസിയോളജി മുന്നേ നമ്മൾ സംസാരിച്ചതാണ്, ഇവിടെ നിർത്താം. സോ ടിംപാനിക് മെംബ്രെയിൻ അക്വസ്റ്റിക്കലായിട്ട് വരുന്ന ശബ്ദത്തിനെ ടിംപാനിക് മെംബ്രെയിൻ ഓൾറെഡി ഒരു വൈബ്രേഷനായി മാറ്റിക്കഴിഞ്ഞു. ഈ വൈബ്രേഷൻ ടിംപാനിക് മെംബ്രെയിനിൽ നിന്ന് മാലിയസിലേക്കും, മാലിയസിൽ നിന്ന് ഇൻകസിലേക്കും, ഇൻകസിൽ നിന്ന് സ്റ്റെപ്പീസിലേക്കും കൺവേർട്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു.
ഇത്തരത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംപ്ലിഫിക്കേഷനെ കുറിച്ചും ഗെയിനുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ സംസാരിച്ചതാണ്. അപ്പോൾ എക്സ്റ്റേണലി വരുന്ന ശബ്ദത്തിനെ, അക്യൂസ്റ്റിക്കൽ എനർജിയെ ഒരു മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ആയി മാറ്റുക എന്നുള്ളതാണ് മിഡിൽ ഇയറിൻ്റെ പ്രധാന ധർമ്മം. ദ അക്യൂസ്റ്റിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ വൈബ്രേഷൻ ഓഫ് ദ ഓസിക്കിൾസ്. വൈബ്രേഷൻസ് ഓഫ് സ്റ്റേപ്പിസ് വിൽ ഇൻഡ്യൂസ് ദ പ്രഷർ ചേഞ്ചസ് ഇൻ കോക്ലിയർ ഫ്ലൂയിഡ്സ്. ഇത്തരത്തിലുണ്ടാവുന്ന വൈബ്രേഷൻസ് കോക്ലിയയിലുള്ള പെരിലിംഫിൽ പലതരത്തിലുള്ള പ്രഷർ വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇടയാക്കുന്നു. ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രഷർ വേരിയേഷൻസാണ് ഹിയറിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എനർജി എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്നർ ഇയറിലേക്ക് വരുമ്പോഴോ, ദ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് ഇൻ ദ കോക്ലിയ വിൽ ഇൻഡ്യൂസ് എ മൂവ്മെൻറ്റ് ഇൻ ബേസിലാർ മെംബ്രെയിൻ. ദിസ് സ്റ്റിമുലേറ്റ് ദ ഹെയർ സെൽസ് ഓഫ് ദ ഓർഗൻ ഓഫ് കോട്ടൈ ആൻഡ് produce electrical impulses which travels along the auditory nerve. ബേസിലാർ മെംബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ആവുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഹെയർ സെൽസിൽ നിന്ന് ഉണ്ടാവുന്ന നെർവ് ഫൈബേഴ്സ് ഒരു കണക്ഷനായി പോയി അതിനെ നമ്മൾ ഓഡിറ്ററി നെർവ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ വെസ്റ്റിബുലോ കോക്ലിയർ നെർവ് എന്ന് പറയുന്ന നെർവിലൂടെ ബ്രെയിനിലേക്ക് യാത്ര ചെയ്ത് ബ്രെയിനിൽ വെച്ചാണ് ഒരു വ്യക്തി കേൾക്കുന്നത്. ഇതാണ് ബേസിക്കായി നമുക്ക് പറയാൻ പറ്റുന്ന ഫിസിയോളജി ഓഫ് ഹിയറിംഗ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും തന്നെ വ്യക്തമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിരിക്കണം. സ്ഥിരമായി ഫിസിയോളജി ഓഫ് ഹിയറിംഗ് വളരെ വലിയ മാർക്കിൻ്റെ എസ്സേ ആയി ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഫിസിയോളജി ഓഫ് ഹിയറിംഗ് ഈ ഒരു പോയിൻ്റുകൾ വ്യക്തമായി എഴുതുന്നതിനും ഈ ഒരു ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുന്നതിനും പഠിച്ചിരിക്കണം. ഇനി പൊതുവായിട്ടുള്ള ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. എന്തിനാണ് നമ്മൾ കേൾക്കുന്നത്? ഇതിൻ്റെ മറ്റൊരു വേർഷൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഓഡിയോളജി എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സംസാരിച്ചതാണ് എന്തിനാണ് നമ്മൾ കേൾക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. കേൾവി ഒരു ജീവി അല്ലെങ്കിൽ ഒരു ജീവജാലം എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് കേൾവി നിലനിൽക്കുന്നത്. നമുക്ക് കണ്ണെത്താത്ത അല്ലെങ്കിൽ കാഴ്ച എത്താത്ത സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിനാണ് ബേസിക്കലി കേൾവി എന്നുള്ള സെൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ ശബ്ദത്തിൻ്റെ ദിശ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് ഭാഗത്തു നിന്നാണ്, എത്ര ദൂരത്തിൽ നിന്നാണ് ശബ്ദം വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ള കഴിവിനെയാണ് സൗണ്ട് ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. ഈ വലതുവശത്തു നിന്നാണോ, ഇടതുവശത്തു നിന്നാണോ, മുകളിൽ നിന്നാണോ, ദൂരെ നിന്നാണോ, വളരെ അടുത്തു നിന്നാണോ ശബ്ദം വന്നിരിക്കുന്നത് എന്ന് ഒരാൾക്ക് മനസ്സിലാക്കുന്നതിനുള്ള കഴിവിനെയാണ് സൗണ്ട് ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ശബ്ദം ദിശ മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് ഈ രണ്ട് പ്രോപ്പർട്ടികളിലൂടെയാണ്. ഫസ്റ്റ് വൺ ഈസ് ഇൻ്റർഓറൽ ടൈം ഡിഫറൻസ്, ITD. മറ്റൊന്ന് ഇൻ്റർഓറൽ ഇൻറ്റൻസിറ്റി ഡിഫറൻസ്, IID. എന്താണ് ഇൻ്റർഓറൽ ഇൻറ്റൻസിറ്റി ഡിഫറൻസും ഇൻ്റർഓറൽ ടൈം ഡിഫറൻസും എന്ന് നമുക്ക് നോക്കാം. ശബ്ദം ഒരു ഫോം ഓഫ് എനർജിയാണെന്നും അത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുമെന്നും ഇത്തരത്തിൽ സഞ്ചരിക്കാൻ സ്വാഭാവികമായും സമയം എടുക്കുമെന്നും അങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക്, ശബ്ദത്തിൻ്റെ തീവ്രതയ്ക്ക്, ശബ്ദത്തിൻ്റെ എനർജിക്ക് കുറവ് സംഭവിക്കുമെന്നും കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ ശബ്ദത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഒരു വസ്തുവിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഒരു വ്യക്തി അതിനെ കുറുകയായി നിൽക്കുന്നുണ്ട് എന്ന് കരുതുക. അതായത് ഒരു ശബ്ദം ഉണ്ടാവുന്ന സോഴ്സിൽ നിന്ന് ക്രോസായി അല്ലെങ്കിൽ തിരശ്ചീനമായി ഒരു വ്യക്തി ഉണ്ട് എന്ന് ധരിക്കുക. അതായത് അയാൾക്ക് രണ്ട് ചെവികളുണ്ട്, ഒരേ കേൾവി ഉള്ള രണ്ട് ചെവികളുണ്ട് എന്നതാണ് നമ്മുടെ അനുമാനം. അപ്പോൾ ഒരു വശത്ത് ശബ്ദം എത്തി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അപ്പുറത്തെ ചെവിയിലേക്ക് ശബ്ദം എത്തുന്നത്.
ശബ്ദം സഞ്ചരിച്ച് വലതുവശത്തു നിന്നാണ് ശബ്ദമുണ്ടായത് എന്ന് ധരിക്കുകയാണെങ്കിൽ ആദ്യം വലത് ചെവിയിൽ ശബ്ദം തട്ടി വളരെ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കഴിഞ്ഞ് മാത്രമാണ് ഇടത് ചെവിയിലേക്ക് ശബ്ദം എത്തുന്നത്. ആ സമയ വ്യത്യാസം നമ്മുടെ ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്ത് ആ ശബ്ദം വന്നിരിക്കുന്നത് വലതുവശത്തിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനുള്ള കഴിവിനെയാണ് ഇൻ്റർ ഓറൽ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു വശത്തു നിന്ന് വന്ന ശബ്ദത്തിൻ്റെ സമയവും അത് അപ്പുറത്തെ ചെവി കേട്ട സമയവും തമ്മിൽ നമ്മുടെ ബ്രെയിൻ മാച്ച് ചെയ്ത് ഏത് വശത്തിൽ നിന്നാണ് ആ ശബ്ദം വന്നത് എന്ന് മനസ്സിലാക്കുന്ന ഫിനോമിനനാണ് നമ്മൾ ഇൻ്റർ ഓറൽ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇൻ്റർ ഓറൽ ഇൻറ്റൻസിറ്റി ഡിഫറൻസ്? അതെ, ടൈം ഡിഫറൻസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇയർ സൈഡിൽ നിന്ന് മറ്റൊരു ഇയർ സൈഡിലേക്ക് ശബ്ദം സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും കുറച്ച് സമയം കൂടുതൽ എടുത്തു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത്തരത്തിൽ സമയം കൂടുതൽ എടുക്കും തോറും അല്ലെങ്കിൽ ദൂരം വ്യത്യാസം വരും തോറും എനർജിക്കും ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റിക്കും വ്യത്യാസം വന്ന് കാണും. അതായത് വലതുവശത്തിൽ നിന്നാണ് ശബ്ദം വരുന്നത് എങ്കിൽ ആ വ്യക്തിയുടെ വലത് ചെവിയിൽ കേട്ടതിനേക്കാൾ വളരെ ചെറിയൊരു വ്യത്യാസം ഉള്ള വളരെ കുറച്ചൊരു കുറവുള്ള ശബ്ദമായിരിക്കും ഇടത് ചെവിയിലൂടെ കേട്ടിട്ടുണ്ടാവുക. ആ ഡിഫറൻസിനെയാണ് ഇൻറ്റൻസിറ്റിയിലുള്ള ആ വളരെ ചെറിയ ഡിഫറൻസിനെയാണ് നമ്മൾ ഇൻ്റർ ഓറൽ ഇൻറ്റൻസിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത്. എല്ലാ വിദ്യാർത്ഥികളും ഈ കൺസെപ്റ്റ് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം സ്ഥിരമായി പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യവും ഒരാളുടെ കേൾവിക്കുറവിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിവിധികൾ നമ്മൾ നിർദ്ദേശിക്കുമ്പോൾ ഒരു ക്ലിനീഷ്യൻ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ് സൗണ്ട് ലോക്കലൈസേഷൻ, അല്ലെങ്കിൽ ഈ രണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇൻ്റർ ഓറൽ ടൈം ഡിഫറൻസ് എന്നാൽ ഇൻ്റർ ഓറൽ എന്ന വാക്കിന് എന്താണ് അർത്ഥം എന്നൊന്ന് നമുക്ക് നോക്കാം. ഇൻ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇൻ ബിറ്റ്വീൻ, രണ്ട് ചെവിക്കും ഇടയിൽ. ഓറൽ മീൻസ് ചെവി. ഇൻ ബിറ്റ്വീൻ, രണ്ട് ചെവിക്കും ഇടയിൽ ഉണ്ടാവുന്ന ടൈം ഡിഫറൻസ്. രണ്ട് ചെവികൾക്കും ഇടയിൽ ഉണ്ടാവുന്ന ഇൻറ്റൻസിറ്റി ഡിഫറൻസ് എന്നതാണ് ഈ രണ്ട് വാക്കുകളുടെ വ്യക്തമായ അർത്ഥം. സോ ഒരു ചെവിയുടെ ഭാഗത്ത് നിന്നും മറ്റൊരു ചെവിയുടെ ഭാഗത്തേക്ക് ശബ്ദം സഞ്ചരിക്കുമ്പോൾ എടുക്കുന്ന സമയവ്യത്യാസമാണ് ഇൻ്റർ ഓറൽ ടൈം ഡിഫറൻസ്. ഒരു ചെവിയുടെ ഭാഗത്ത് നിന്നും മറ്റൊരു ചെവിയുടെ ഭാഗത്തേക്ക് എത്താൻ ശബ്ദം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജി ലോസ് ആണ്, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ഇൻറ്റൻസിറ്റിയാണ് ഇൻ്റർ ഓറൽ ഇൻറ്റൻസിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിയറീസ് ഓഫ് ഹിയറിങ്ങിനെ കുറിച്ചാണ്. എന്താണ് തിയറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ശാസ്ത്രീയമായ ഒരു അപ്രോച്ചിലൂടെ ഒരു കാര്യത്തെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു അസംഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പോസ്റ്റുലേഷൻ ഉണ്ടാവും, അല്ലേ? ആ പോസ്റ്റുലേഷൻ്റെ ബേസിൽ നമ്മൾ എവിഡൻസസ് കളക്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് തിയറി. ആ തിയറിയിലൂടെ ആ പോസ്റ്റുലേഷൻ സ്ഥാപിച്ച് അത് യൂണിവേഴ്സലി അപ്രൂവ് ആകുമ്പോഴാണ്, അത് സയൻറ്റിഫിക് മെത്തഡോളജിയിലൂടെ അപ്രൂവ് ആകുമ്പോഴാണ് അതെന്തായി മാറുന്നത്? ഒരു ലോ ആയി മാറുന്നത്. സോ കേൾവി എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു മെക്കാനിസമാണ്. നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും, അല്ലേ? ബ്രെയിൻ വെച്ച് നടക്കുന്ന അക്യൂസ്റ്റിക്കൽ എനർജിയെ ബ്രെയിൻ മനസ്സിലാക്കുക എന്നുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു മെക്കാനിസമാണ് കേൾവി. ഓരോ ശബ്ദത്തിനെ വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കുക. നമ്മുടെ സംസാരം എന്ന് പറയുന്നത് ഒരുപാട് ശബ്ദങ്ങളുടെ ഒരുപാട് ഫ്രീക്വൻസി വേരിയേഷൻസിലൂടെ വരുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അക്യൂസ്റ്റിക്കൽ സ്പെക്ട്രമാണ് നമ്മളുടെ സംസാരം എന്ന് പറയുന്നത്. ആ സംസാരത്തിനെ അതേ സമയത്ത് നമ്മൾ ബ്രെയിൻ ക്യാച്ച് ചെയ്ത് റീഡ് ചെയ്ത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ സങ്കീർണമായി നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. സോ അത്തരത്തിൽ സങ്കീർണമായി നടക്കുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് ഒരു സിമ്പിൾ വേർഡ് കൊണ്ടോ അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടോ എക്സ്പ്ലെയിൻ ചെയ്യുക പലപ്പോഴും ബുദ്ധിമുട്ടാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നമ്മൾ ഒരുപാട് തിയറികളുടെ പിൻബലത്തിലാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത്തരത്തിലുള്ള തിയറികളെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ സംസാരിക്കേണ്ട തിയറിയാണ് പ്ലേസ് തിയറി. ഇത് ഹെൽമോൾട്സ് എന്ന സയൻറ്റിസ്റ്റ് മുന്നോട്ട് വെച്ച തിയറി ഓഫ് ഹിയറിംഗ് ആണ്. കോക്ലിയയുടെ അനാട്ടമി സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചൊരു വാക്കുണ്ട്, ടോണോസ്കോപ്പിക് കോൺഫിഗറേഷൻ ഓഫ് കോക്ലിയ എന്നുള്ളത്.
ആദ്യമായി കോക്ലിയയുടെ അത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് ഈ പ്ലേസ് തിയറിയിലൂടെയാണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഈച്ച് pitch has its own separate place on basilar membrane. Perception of pitch depends on separate vibration point on the basilar membrane for each frequency. അതായത് നമ്മുടെ ബേസിലാർ മെംബ്രെയിനിൻ്റെ മുകളിലുള്ള ഹെയർ സെൽസിലൂടെ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ് നമ്മൾ കേൾക്കുന്നത് എന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചതാണ്. സോ ആ ബേസിലാർ മെംബ്രെയിൻ്റെ ഓരോ ഭാഗം ചുരുളായി നിൽക്കുന്ന ഈ കോക്ലിയയ്ക്കുള്ളിലൂടെ ബേസിലാർ മെംബ്രെയിൻ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഇത്തരത്തിലുള്ള ബേസിലാർ മെംബ്രെയിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സ്റ്റിമുലേഷൻസ് ഓരോ ഫ്രീക്വൻസികളായിട്ടാണ് ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ശബ്ദങ്ങളാണ് വരുന്നതെങ്കിൽ അത് കോക്ലിയയുടെ ബേസ് റീജിയനിലാണ് സ്റ്റിമുലേഷൻ ഉണ്ടാക്കുക എന്നും, അതല്ല ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള ശബ്ദമാണെങ്കിൽ അത് കോക്ലിയയുടെ എപ്പിക്കൽ റീജിയനിലാണ് സ്റ്റിമുലേഷൻ ഉണ്ടാക്കുക എന്നുള്ളതുമാണ് ഈ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ ചുരുക്കി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഒരു കോക്ലിയയുടെ ബേസിൽ ടേൺ, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലുള്ള ബേസിൽ ടേൺ ഹൈ ഫ്രീക്വൻസി ശബ്ദങ്ങളെ കേൾക്കുന്നതിനാണ് റെസ്പോൺസിബിൾ. അതേസമയം ഒരു കോക്ലിയയുടെ എപ്പിക്കൽ ടേൺ, ആ ചുറ്റി ഏറ്റവും അറ്റത്തേക്ക് വരുന്ന എപ്പിക്കൽ ടേണിലേക്ക് പോകുന്തോറും ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ് വളരെ ചെറിയ ഫ്രീക്വൻസികളാണ് എപ്പിക്കൽ ടേണിൽ വെച്ച് കേൾക്കുന്നത്. നമ്മളൊരു ഹിയറിംഗ് സ്പെക്ട്രം നമുക്കറിയാം. 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ് നമ്മളുടെ ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് ഹിയറിംഗ് എന്ന് നമുക്കറിയാം. സോ 20 ഹെർട്സ് അല്ലെങ്കിൽ ഒരു 10 കിലോ ഹെർട്സ് ശബ്ദങ്ങളെയൊക്കെ നമ്മൾ കേൾക്കുന്നത് കോക്ലിയയുടെ ബേസൽ ടേൺ വെച്ചിട്ടാണ്. അതായത് സ്റ്റെപ്പീസ് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു റീജിയൻ, സ്റ്റെപ്പീസ് കണക്ട് ചെയ്തിരിക്കുന്ന ബേസൽ ടേണിൽ വെച്ചിട്ടാണ് വളരെ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ഉള്ളോട്ട് പോകുന്തോറും ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്ന ഏരിയകളുടെ ഫ്രീക്വൻസി കുറഞ്ഞ് ഏറ്റവും എപ്പിക്കൽ എൻഡിലെത്തുമ്പോഴേക്കും 100 ഹെർട്സ് 50 ഹെർട്സ് പോലെ കുറഞ്ഞ് ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഫ്രീക്വൻസി ഓഫ് ശബ്ദത്തിലേക്കും എത്തുന്നു. ഈ ഒരു തിയറി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റുകളാണ്. ബേസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹൈ ഫ്രീക്വൻസി പെർസെപ്ഷൻ ആൻഡ് എപ്പെക്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ലോ ഫ്രീക്വൻസി പെർസെപ്ഷൻ. ഈ കോക്ലിയ എന്ന ചുരുളിലെ ബേസ് പോർഷൻസ് ഹൈ ഫ്രീക്വൻസിയെയും എപ്പിക്കൽ പോർഷൻസ് ലോ ഫ്രീക്വൻസിയെയും കേൾക്കുന്നതിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ട്രക്ചറിനെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ടോണോടോപ്പിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ വാക്കിനെ ഒന്നുകൂടെ മുറിച്ച് നോക്കിയാലോ. ടോൺ മീൻസ് ഫ്രീക്വൻസി, ടോപ്പ് മീൻസ് സ്ഥലം, കോൺഫിഗറേഷൻ മീൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി. സോ ഒരു സ്ഥലത്തിന് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള സിമ്പിളായിട്ടുള്ള അർത്ഥം. ഒരു ടോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫ്രീക്വൻസി ഒരു നിശ്ചിത സ്ഥലത്തേക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. വരുന്നതൊരു ഹൈ ഫ്രീക്വൻസി ശബ്ദമാണെങ്കിൽ അത് കോക്ലിയയുടെ ബേസൽ ടേണിൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുകയും, വരുന്ന ശബ്ദം ഒരു ലോ ഫ്രീക്വൻസി ശബ്ദമാണെങ്കിൽ അത് ട്രാവൽ ചെയ്ത് ബേസിലർ മെംബ്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൂയിഡിലൂടെ ട്രാവൽ ചെയ്ത് എപ്പിക്കൽ എൻഡിലെത്തിയാണ് കോക്ലിയയിൽ സ്റ്റിമുലേഷൻസ് ഉണ്ടാക്കുന്നത് എന്നാണ് ഹെൽമോൾട്സിൻ്റെ പ്ലേസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. ഇത് വളരെ ക്ലിനിക്കലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള, വളരെ ക്ലിനിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഓഡിയോളജി അല്ലെങ്കിൽ ENT വിഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റായി പഠിക്കുന്ന വളരെ ബൃഹത്തായിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ കോൺഫിഗറേഷനാണ് ഈ ഹെൽമോൾട്സിൻ്റെ പ്ലേസ് തിയറി എന്ന് നമുക്ക് പറയാം. അടുത്ത തിയറിയാണ് റുദർഫോർഡ് എന്ന സയൻറ്റിസ്റ്റ് മുന്നോട്ട് വെച്ച ടെലിഫോൺ തിയറി എന്ന് പറയുന്നത്. According to Rutherford's telephone theory, the discrimination of pitch depends upon the rate of fibers of individual nerve fibers and the frequency is analyzed in the central system. അതായത് ഒരു കോക്ലിയയുടെ റെസ്പോൺസിബിലിറ്റിനേക്കാൾ അപ്പുറത്ത് ഒരു ഓഡിറ്ററി നെർവിലൂടെ ഉണ്ടാവുന്ന നെർവ് ഫയറിങ്സുകളാണ് ഫ്രീക്വൻസി പെർസെപ്ഷന് പ്രധാനമായും സഹായിക്കുന്നത് എന്നാണ് ടെലിഫോൺ തിയറിയിലൂടെ റുദർഫോർഡ് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. പക്ഷെ പിന്നീട് ഈ തിയറിക്ക് വലിയ പ്രാധാന്യം നൽകപ്പെട്ടിട്ടില്ല. കാരണം
ടെലിഫോൺ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെയുള്ള തിയറിക്കും ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ട്രാവലിംഗ് വേവ് തിയറി പോലുള്ള തിയറികൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം ലഭിച്ചതും കൂടുതൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കൂടുതൽ തെളിവുകൾ ലഭിച്ചതും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. പക്ഷേ ഈ തിയറിയിൽ ഉണ്ടാകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നെർവ് ഫൈബേഴ്സും ഫ്രീക്വൻസി അനാലിസിസിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്നുള്ള കാര്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഈ റുദർഫോർഡിൻ്റെ തിയറി ആയതുകൊണ്ട് തന്നെ ഈ തിയറിയെ നമുക്ക് കംപ്ലീറ്റ് ആയി തള്ളിക്കളയുന്നതിനും സാധിക്കുകയില്ല. ഫ്രീക്വൻസി പെർസെപ്ഷന് കോക്ലിയ മാത്രമല്ല, നെർവ് ഫൈബേഴ്സിൻ്റെ കൂടെ റോൾ ഉണ്ട്. നെർവ് ഫൈബേഴ്സിലൂടെ ഉണ്ടാകുന്ന ഫയറിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് ഈ തിയറിയിലൂടെയാണ്. അടുത്ത തിയറിയുടെ പേരാണ് വീവേഴ്സ് വോളി തിയറി. ഏണസ്റ്റ് വീവർ ആൻഡ് ചാൾസ് ബ്രേ എന്നീ 2 സയൻറ്റിസ്റ്റുകൾ ചേർന്നാണ് ഈ തിയറി മുന്നോട്ട് വെച്ചത്. 1937 കാലഘട്ടങ്ങളിലാണ് ഈ തിയറിക്ക് പ്രാബല്യത്തിൽ വന്നത്. ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ടെലിഫോൺ തിയറിയുടെയും പ്ലേസ് തിയറിയുടെയും ഒരു കോമ്പിനേഷനായിട്ടാണ് ഹിയറിംഗ് സംഭവിക്കുന്നത് എന്നും ഒരു തിയറിയുടെ മാത്രം ബേസിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നും പറയാൻ ശ്രമിച്ച തിയറിയായിരുന്നു വീവേഴ്സ് വോളി തിയറി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഹയർ ഫ്രീക്വൻസീസ് ആർ പെർസീവ്ഡ് ബൈ പ്ലേസ് മെക്കാനിസം. ഹയർ ഫ്രീക്വൻസി ശബ്ദങ്ങൾ, ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ശബ്ദങ്ങൾ പ്ലേസ് മെക്കാനിസത്തിലൂടെയാണ് കേൾക്കുന്നത് എന്നും ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾ കേൾക്കുന്നതിന് പ്ലേസ് മെക്കാനിസം പോലെ തന്നെ നെർവ് ഫൈബേഴ്സിൻ്റെയും കൂടെ റോൾ ഉണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ച തിയറിയായിരുന്നു വീവേഴ്സ് വോളി തിയറി. അടുത്ത തിയറിയാണ് ട്രാവലിംഗ് വേവ് തിയറി എന്ന് പറയുന്നത്. ഈ തിയറി ഓഡിറ്ററി ഫിസിയോളജി എന്ന ശാസ്ത്രശാഖയ്ക്ക് തന്നെ തുടക്കം കുറിക്കുകയും വളരെയേറെ പ്രശംസ അല്ലെങ്കിൽ വളരെയേറെ ബഹുമതികൾ കരസ്ഥമാക്കുകയും ചെയ്ത തിയറിയാണ്. ഈ തിയറിക്ക് 1961 ഫിസിയോളജി, മെഡിക്കൽ ഫിസിയോളജി ശാഖയിൽ നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. വോൺ ബെക്കസി എന്ന സയൻറ്റിസ്റ്റിനാണ് ഇതിലൂടെ നോബൽ സമ്മാനം ലഭിച്ചത്. സോ ട്രാവലിംഗ് വേവ് തിയറി ഈസ് പ്രപ്പോസ്ഡ് ബൈ വോൺ ബെക്കസി. According to von Bekesi, sound waves starting at a oval window produces vibrations which travels along the basilar membrane. Initially, the amplitude of the wave is maximum, while traveling further towards the magnitude decreases and dies. The maximum amplitude depends upon the frequency. ഈ മൂന്നാമത്തെ പോയിൻ്റാണ് ഈ ട്രാവലിംഗ് വേവ് തിയറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ശബ്ദം സഞ്ചരിച്ച് അതിൻ്റെ ബേസൽ ടേണിൽ നിന്ന് എപ്പെക്സിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ എനർജിക്ക് ഉണ്ടാവുന്ന കുറവിനെക്കുറിച്ചും ആ കുറവ് എങ്ങനെ ശബ്ദത്തിൻ്റെ അളവിൽ ബാധിക്കാതെ കോക്ലിയ നിലനിർത്തുന്നു അല്ലെങ്കിൽ എങ്ങനെ പെർസെപ്ഷനെ ബാധിക്കാതെ നിലനിർത്തുന്നു എന്നീ കാര്യങ്ങളാണ് ട്രാവലിംഗ് വേവ് തിയറിയിലൂടെ ബെക്കസി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. ഇത് നമ്മൾ പ്ലേസ് തിയറി നമ്മൾ കണ്ടതുപോലെ ഓരോ ഏരിയയിൽ ഓരോ ശബ്ദങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തിയറി തന്നെയായിരുന്നു ട്രാവലിംഗ് വേവ് തിയറി. അതായത് ഒരു ശബ്ദത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് ഏത് ഭാഗത്താണോ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, ഏത് ബേസൽ മെംബ്രെയിൻ ഭാഗത്താണോ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നത് അതിന് അനുസരിച്ചിരിക്കും എന്നതാണ് ഈ ട്രാവലിംഗ് വേവ് തിയറിയുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ആൻഡ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്രീക്വൻസി. അതായത് വരുന്നത് ഹൈ ഫ്രീക്വൻസി ആണോ ലോ ഫ്രീക്വൻസി ആണോ എന്നത് അനുസരിച്ചിരിക്കും അത് ഏത് ബേസിലർ മെംബ്രെയിൻ ഏത് ഏരിയയിൽ പോയിട്ടാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാക്കുന്നത് എന്നതും. അതായത് ഒരു ഹൈ ഫ്രീക്വൻസിയാണ് വരുന്നതെങ്കിൽ അത് ബേസൽ ടേണിലാണ് അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാക്കുക. അതേസമയം വരുന്നത് ഒരു ലോ ഫ്രീക്വൻസി ശബ്ദമാണെങ്കിൽ അത് കോക്ലിയയിലൂടെ ട്രാവൽ ചെയ്ത് അതിൻ്റെ എപ്പിക്കൽ എൻഡിൽ മാത്രമാണ് അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാക്കുക. സോ ഈ 4 തിയറീസും പ്ലേസ് തിയറി, ടെലിഫോൺ തിയറി, വോളീസ് തിയറി ആൻഡ് ട്രാവലിംഗ് വേവ് തിയറി, ഈ 4 തിയറീസും വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിനകത്ത് ട്രാവലിംഗ് വേവ് തിയറി ഷോർട്ട് നോട്ടായിട്ടെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. സോ എല്ലാവരും വ്യക്തമായി പഠിക്കുക. സോ ഈ ഒരു ടോപ്പിക്കോട് കൂടി നമ്മൾ അനാറ്റമി ആൻഡ് ഫിസിയോളജി ഓഫ് ഓഡിറ്ററി സിസ്റ്റം കഴിയുകയാണ്. അടുത്തിനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേൾവിക്കുറവിനെ കുറിച്ചാണ്. കേൾവിക്കുറവ് എങ്ങനെ നമ്മൾ കണ്ടെത്തുന്നു എന്നീ മേഖലയെക്കുറിച്ചാണ്. നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ ഈ ഒരു ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ക്ലാസ്സുകൾ മനസ്സിലാക്കുന്നതിന് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വളരെ ക്ലിയർ ആക്കണം. ദാറ്റ് ഈസ് എയർ കണ്ടക്ഷൻ ആൻഡ് ബോൺ കണ്ടക്ഷൻ. പ്രാക്ടിക്കൽ ക്ലാസ്സിൽ സാറ് പറഞ്ഞതുപോലെ തന്നെ എയർ കണ്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പുറം ചെവിയിലൂടെ വന്ന് മിഡിൽ ഇയറിലൂടെ കടന്ന് കോക്ലിയയിലെത്തി നെർവിലൂടെ എത്തി നമ്മൾ കേൾക്കുന്നതിനെയാണ് നമ്മൾ എയർ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം ഡയറക്റ്റ് ചെവിയുടെ പുറകിൽ മാസ്റ്റോഡിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് മുഴുവൻ എനർജിയും അല്ലെങ്കിൽ കൂടുതൽ ഭാഗം എനർജിയും നേരെ കോക്ലിയയിലേക്ക് എത്തി കേൾക്കുന്നതിനെയാണ് നമ്മൾ ബോൺ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കേൾവിക്കുറവിനെക്കുറിച്ചും സംസാരിക്കും. അടുത്ത 2 ക്ലാസ്സുകളിൽ കേൾവിക്കുറവ് നമ്മൾ കണ്ടുപിടിക്കുന്ന രീതികളെക്കുറിച്ചും വരും ക്ലാസ്സുകളിൽ അതിനുള്ള പ്രതിവിധികളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്.